മുതൽ ഒരുക്കുമ്പം ആണൂരിയും പെണ്ണൂരിയും ഉണ്ട് പറയുമ്പോൾ അത് പറ്റണില്ല. അതിലൊക്കെ പൊമ്മക്കളാണെങ്കിൽ മുതൽ പുറത്തേക്ക് പോകുന്നൊക്കെ പറയാം. ഇതൊക്കെ അള്ളാഹിന്റെ മാർഗത്തിലുള്ള തർക്കിക്കാരനെപ്പെട്ട തർക്കങ്ങളാണ്. ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കാതിരിക്കുക. അള്ളുണ്ട്, അള്ളല്ല എന്നില്ല, തലയിൽ തട്ടണമെന്നാവില്ല, ഹിജാബൊന്നും അങ്ങനൊന്നും, രണ്ട് മുടിമലപ്പം ദീൻ എന്നൊക്കെ ചോദിക്കുക, അങ്ങനത്തെ ഉണ്ട്. അത്തരം ആളുകളെ പിശാച് പഴപ്പിക്കുകയും നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വാദം അള്ളാഹിനെ സംബന്ധിച്ച് അള്ളാഹു തആലാന്റെ ആസ്തിക്യത്തെ നിഷേധിക്കുന്ന ആളുകൾ ധാരാളമാണെന്ന്. ഇന്നത് കൂടി വരുന്ന കാലമാണ്. നിരീശ്വരവാദം, നിർമ്മതവാദം, അള്ളല്ല എന്നുള്ള വാദം. അതിനെന്താ അറിവുള്ളത്, എന്ത് പ്രമാണമുള്ളത്? ഒരു പ്രമാണമില്ല. പ്രമാണമുള്ളത് അള്ളാഹു തആല ഉണ്ട് എന്നതിനാണ്. സൂര്യനിൽ നിന്ന് ഭൂമി കണ്ട് പൊട്ടിത്തെറിച്ചുണ്ടായി, ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ പൊട്ടിത്തെറിച്ചുണ്ടായി, ഇങ്ങനെ ഒരു വിസ്ഫോടനത്തിലൂടെ ഒക്കെ ഇങ്ങനെ ഉണ്ടായി എന്ന് പറയാണ്. പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നൊന്നും നമ്മളും പറയണില്ല. ആ പൊട്ടിത്തെറി കേവലം യാദൃശികമാണോ? എന്തുകൊണ്ട് പൊട്ടിത്തെറിച്ചു? പൊട്ടിത്തെറിച്ചിട്ട് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഈ പ്രപഞ്ചം, ഈ കൃത്യത ഇതെങ്ങനെ ഉണ്ടായി? ഭൂമി നിങ്ങൾക്ക് വിരിപ്പാക്കി തന്ന റബ്ബിനെ ആരാധിക്കണം എന്നാണ്. വിരിപ്പാണ് എല്ലാ മനുഷ്യന്മാർക്ക് വേണ്ടതൊക്കെ ഉള്ളൊരു ഭൂമിയാണ്. സൂര്യനിൽ നിന്ന് ഭൂമി പൊട്ടിത്തെറിച്ചുണ്ടായെങ്കിൽ അത് ഖുർആനും പറയുന്നുണ്ട്, ഒലമിറോ എന്നമ എന്ന സമാഗാത്തി വല്ല കാനത്താറത്തക്കൻ ഫത്തക്കനാവുമ, ആകാശഭൂമികൾ ഒട്ടിച്ചേർന്നതായിരുന്നു അവർ കാണുന്നില്ലേ, നാമാണ് അതിനെ പിളർത്തിയെന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിച്ചെങ്കിൽ അല്ലാഹു തആലയാണത്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ടൊരു വിരിപ്പെന്നോണം ഭൂമി, അകലും വളരെ പാകം, എല്ലാം വളരെ കൃത്യമാണ്. ഇപ്പൊ ഈ സൗരയൂഥത്തിൽ തന്നെ പല ഗ്രഹങ്ങളുണ്ട്. മനുഷ്യന് വസിക്കാൻ പറ്റിയൊരു ഗ്രഹമായിട്ട് ഭൂമിനെ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇപ്പൊ ചൊവ്വുണ്ട്, അവിടേക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തർക്ക് സ്ഥലം വാങ്ങലോ ഇങ്ങനെ ചൊവ്വയിലൊക്കെ അമേരിക്കക്കാർ കൊടുക്കുന്നുണ്ട്. 10 ലക്ഷമൊക്കെയാണ് ഓരോരുത്തർ ആളുകൾ വാങ്ങുന്നുണ്ട്. ചൊവ്വയിലൊക്കെ സ്ഥലം വാങ്ങി. അവിടെ വെള്ളം ഉണ്ടോന്ന് അറിയില്ല, ഓക്സിജൻ ഉണ്ടോന്ന് അറിയില്ല, ഒന്നും അറിവായിട്ടില്ല. ഇവിടെ എല്ലാം ഉണ്ട്, മനുഷ്യന്മാർക്ക് വേണ്ട എല്ലാം ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തല്ലാത്ത ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫ്, ചിന്തിക്കണം. ആകാശഭൂമിയുടെ സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി വരുന്നതിലും ദൃഷ്ടാന്തങ്ങളുണ്ട്, ആയാത്തുകളുണ്ട്. ലി ഉലിൽ അൽബാബി, ബുദ്ധിയുള്ള ആളുകൾ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ സുലൈമാനു ദാറാനി എന്ന മഹാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എന്റെ പെരയിന്ന് പുറത്ത് കണ്ടിറങ്ങിയാൽ എന്ത് കണ്ടാലോ അതിലൊക്കെ അല്ലാഹു തആലക്ക് ഒരു മിന്നത്തുണ്ടെന്നും എനിക്കൊരു ഇബ്രത്തുണ്ടെന്നും കാണാത്ത ഒന്നുമില്ല. പെരയിന്ന് പള്ളിക്കൊക്കെ ഇറങ്ങിയ പള്ളിയിലെത്തുമ്പോൾ ഈമാൻ കൂടിയിട്ടുണ്ടാവും. എന്ത് കണ്ടാലും കാണുന്നതിലൊക്കെ അല്ലാഹു തആലക്ക് ഒരു മിന്നത്ത്, അള്ളാഹു തആലക്ക് മിന്നത്ത് പറഞ്ഞാൽ മലയാളം പറയുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്കാണ് മിന്നത്ത്. നമ്മൾ ഒരു കടപ്പാട് അള്ളാഹിനോട്, നമുക്ക് അള്ളാഹിന്റെ ഒരു ഔദാര്യം നമുക്ക് അതിലുണ്ടാവും. അങ്ങനല്ലേ ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്? ഓക്സിജൻ ബാലൻസ് ചെയ്യണം. അങ്ങനെയല്ലേ ജീവികൾ, ജന്തുക്കൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്നു, ഓക്സിജൻ അകത്തേക്ക് സ്വീകരിക്കുന്നു. സസ്യങ്ങൾ നേരെ മറിച്ചാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് വേണം, ഓക്സിജൻ തിരിച്ചും. അതുകൊണ്ടല്ലേ അത് നിലക്കണത്? ആ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ ഭൂമിയിലുള്ള ജന്തുക്കളൊക്കെ ശ്വസിക്കുകയാണെങ്കിൽ 4 ദിവസത്തിന് തൈരല്ലോ ഓക്സിജൻ. പ്രപഞ്ചത്തിലെ ഒരു 10-20% മാത്രമേ ഏതുള്ളൂ ഓക്സിജൻ ഉള്ളൂ. 50% ഓക്സിജൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി വരുത്തിയാൽ തന്നെ അത് ആകെ കത്തിപ്പോകുമായിരുന്നു. ഞാനിതൊക്കെ വായിച്ചതാണ്, എനിക്കിതൊന്നും പഠിപ്പൊന്നുമില്ല. അത്ഭുതമാണ് മോമിനികളെ. ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചാൽ തന്നെ ആകെ പ്രപഞ്ചം കത്തിപ്പോകുമ്പോൾ 50% ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതുണ്ടായില്ല. അതൊരു 20 സംതിങ്ങിലാണ് നിൽക്കുന്നത്. പിന്നെ അതിങ്ങനെ കഴിയുന്നതനുസരിച്ച് സസ്യങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾക്ക് വേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ജന്തുക്കൾക്കും ഓക്സിജൻ വേണം, മനുഷ്യന്മാർക്കും വേണ്ടത് ഓക്സിജൻ ആയിരുന്നെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുമായിരുന്നു. ഇത് കേവലം യാദൃശ്ചികമാണോ? ഇതിന്റെ പിന്നിൽ അല്ലാഹു തആല അല്ലേ? ആലോചിക്കുക നിങ്ങൾ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മോമിനികളെ. അന്നേം പറഞ്ഞ ഒരാള്, ഒരു നാടൻ പച്ച നാടനോട് പറയാണ്, വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് ഒറ്റക്ക് പോകാനാണ് ഇഷ്ടം, വണ്ടിയിൽ ആരും കയറാതിരിക്കുന്ന. എന്താ കാരണം? ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ഞാൻ അള്ളാഹിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞങ്ങനെ പോകും. അള്ളാഹിനെ എനിക്ക് ചിലപ്പോൾ ലൈല് കിട്ടുന്നത്. സൗദിത്തെ അനുഭവമാണ് നൗഫലെ. സൗദിയിൽ ഇങ്ങനെ ദീർഘമായ യാത്രകൾ ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു അനുഭവമാണ് അയാൾ പറയുന്നത്. ഞാൻ എത്രയോ സന്ദർഭത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അള്ളാഹിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരെ മുമ്പിലുള്ള ജീവനാടിയേക്കാൾ തൊട്ടടുത്തൊരു അള്ളുണ്ടല്ലോ, ആ അള്ളാഹിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോലാണ്. അപ്പോൾ വണ്ടിയിൽ ആരും ഇല്ലാതെ കാരണം എനിക്ക് ചിലപ്പോൾ എനിക്ക് അള്ളാഹിനെ ലൈല് കിട്ടലുണ്ട് എന്നാണോ ഉപയോഗിച്ച വാക്ക്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും തെളിവുകൾ നിങ്ങൾക്കൊക്കെ അനുഭവങ്ങളുണ്ടാവും. അല്ലാഹു തആല അങ്ങനെ തന്നത്, ചോദിച്ചത്, പ്രതീക്ഷിക്കാത്ത ഭാഗത്തൂടെ കിട്ടിയത്, ചില രോഗങ്ങൾ മാറിയത്. ഡോക്ടർമാരൊന്നും ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ എത്രയോ കേസുകൾ. എങ്ങനെയാണ് അതൊക്കെ മാറുന്നത്? എത്ര അനുഭവങ്ങളില്ലേ? ഞാൻ നല്ലൊരു ഉദാഹരണം കുഞ്ഞാപ്പാജിനോട് നേരിട്ട് പറഞ്ഞാണ്. ചുമക്ക കുഞ്ഞാപ്പാജി എന്നോട് നേരിട്ട് പറഞ്ഞൊരു അനുഭവം തന്നെ പറയാം. നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഇവർക്കൊരു ഭയങ്കരമായ ഒരു ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ. എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അങ്ങനെ ചാപ്പനങ്ങാട് ഉസ്താദ് പറഞ്ഞാലോ അതൊന്നുമില്ല എന്ന് പറഞ്ഞാലോ. പിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ആ കംപ്ലൈൻറ്റ് കാണാനല്ല കേട്ടോ അല്ലേ? ചിലപ്പോൾ കിട്ടണതില്ലേ? എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെ പിന്നെ സംഭവിക്കുന്നത്? ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചിട്ട് ഭയങ്കരമായ അത്ഭുതകരമായ ശിഫ കണ്ടത് എൻ്റെ അനുഭവത്തിൽ ഒരുപാടുണ്ട്. വലിയ ഔലിയാക്കന്മാരൊന്നുമല്ല, അങ്ങനത്തെ ഇത്ര അനുഭവങ്ങളുണ്ട്. പിന്നെ ബഹുദൈവാരാധനയാണ് രണ്ടാമത്തെ അള്ളാഹിന്റെ കാര്യത്തിലുള്ള തർക്കം. കണ്ടതിനൊക്കെ ദൈവമായിട്ട് കാണാം. ഇപ്പൊ മക്കത്തുള്ള മുശ്രിക്കുകളും മുഅ്മിനീങ്ങളും ചെയ്തതിനൊരു പണി എന്താ വെച്ചാൽ, ഓലെ വിശ്വാസം എന്തായിരുന്നു പറയുന്നത്? അള്ളാഹ്ക്ക് പണിയൊന്നുമില്ല. പണിയൊക്കെ ചെയ്യണത് കീഴ് ദൈവങ്ങളാണ്. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ആകാശഭൂമിനെ സൃഷ്ടിച്ച് മാറി നിൽക്കുകയാണ്. അള്ളാഹ്ക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു ഇടപെടലില്ല. ഇതാണ് ശിർക്ക്. ശിർക്കിന്റെ നിർവചനം പറഞ്ഞാൽ തഅ്തീലു സ്വാനി എന്നാണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്തുൽ ബാരിയിലൊക്കെ പറഞ്ഞ നിർവചനം തന്നെ തഅ്തീലു സ്വാനി, അല്ലാഹു തആലാനെ മുടക്കാക്കുക. കരിമജി കേൾക്കുന്നുണ്ടോ? അള്ളാഹ്ക്ക് പണിയൊന്നുമില്ല. പണിയൊക്കെ മറ്റു ദൈവങ്ങളാണ് ചെയ്യുന്നത്. അല്ലാഹു തആലക്ക് ആകെയുള്ള പണി എന്തുള്ളൂ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ബന്ധവും ഇല്ല. ഇതാണ് ശിർക്ക്. ഇവിടെ ഒരനക്കം പോലും അല്ലാഹ് അറിയാതെ നടക്കണില്ല എന്നുള്ളതാണ് തൗഹീദ്. നിങ്ങൾ പുറത്തുകൊണ്ട് പോകുന്നില്ലേ? നിങ്ങൾ സൃഷ്ടിച്ചതാണോ?
നിങ്ങളെ പോകുന്നതിനെ സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. ഇങ്ങനെ ആയിക്കണം നമ്മളെ ഈമാൻ, നമ്മളെ തൗഹീദ്. ഇവിടെ ഒരു മരത്തിന്റെ ഒരു ഇല, ഒരു ഉണങ്ങിയ ഇല അടിക്ക് വെക്കണേ, ആരും ഓട് വെക്കണം, അതിൽ പോലും അല്ലാഹു തആല ഉണ്ട്. അതാണ് തൗഹീദ്. അല്ലെങ്കിൽ കല്യാണം ഒന്നും വേണ്ട, ഏത് മതി, ലിവിങ് ടുഗദർ അല്ലേ? അതിലൊക്കെ എന്ത് ഇൽമാണുള്ളത്? അള്ളാഹ് പറഞ്ഞത് കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. എന്നാൽ ആണും പെണ്ണും ഭയങ്കര ഗുരുതരമായ കുറ്റമാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതനെ അല്ലാഹു തആല അടിമറിച്ചത് ഇതാണ്, സ്വർഗ്ഗ ഭോഗം. അതൊക്കെ ഇപ്പം എന്താണ്, ജായിസാണെന്ന് പറയാം. കോളേജ് കുമാരികളൊക്കെ തട്ടം ഹിജാബിനെ പറ്റിയൊക്കെ പറയുമ്പോൾ രണ്ട് മുടിമലൊക്കെ എന്താ കാര്യം, രണ്ട് മുടി കണ്ട്, രണ്ട് രോമം കണ്ടുവച്ചിട്ട് അല്ലേ, ഇങ്ങനെയൊക്കെ നല്ല ഒക്കെ ശൈത്താൻ പറഞ്ഞു കൊടുക്കണ വാദമാണ്. നല്ല വാദമാണ് കേട്ടിട്ടുണ്ടെങ്കിൽ. രണ്ട് മുടി കണ്ടു വെച്ചിട്ട് ഇമാം പോവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയെന്നല്ലേ തോന്നിപ്പോവും. അതാണ് ശൈത്താനെ പിൻപറ്റുക എന്ന് പറയാം. ആ വാദമൊക്കെ ഒരു ശൈത്താൻ കൊടുക്കണം. നല്ല ഹൃദയത്തിക്കാണ് നോക്കണത്, മുടിമക്കൊന്നല്ല. പിന്നെ എന്തിനാ തല മറക്കണത്, എന്തിനാ പയ്യൊക്കെ എത്ര സ്ട്രോങ് ആക്കണം? വിവരമില്ലാതെ അള്ളാഹുവിൽ തുറക്കിക്കുക എന്നുള്ള എൻ്റെ രൂപങ്ങളാണ് മണി മനസ്സിലാക്കിയുള്ളൂ. ഇതൊക്കെ ശൈത്താൻ പിൻപറ്റിയിട്ടുള്ളതാണ്. അന്ന് മുശ്രിക്കീങ്ങളോട് ശൈത്താൻ പറഞ്ഞ എന്താ പറയുക, മുശ്രിക്കീങ്ങൾ അന്ന് തവാഫൊക്കെ ചെയ്തപ്പോൾ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെയായിരുന്നു. അപ്പൊ അതിന് ശൈത്താൻ അവർക്ക് പറഞ്ഞു തന്നറിയോ, നമ്മൾ ഈ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റുകളൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ എടുക്കണതല്ലേ. അപ്പൊ അള്ളാന്റെ വീട്ടിന് മുമ്പിൽ നമ്മൾ ആ ഉമ്മ പ്രസവിച്ച് അതേ മാർക്ക് അങ്ങോട്ട് ആയിക്കോട്ടെ പറഞ്ഞിട്ട് കഴിച്ചിട്ടാണ് ഇതിനെ തവാഫ്. നല്ല ഉഷാറല്ല കേൾക്കാൻ, നല്ല ന്യായം തോന്നും, നല്ല ഉഷാറുണ്ട് തോന്നും. പിന്നെ ശവം തിന്നുമായിരുന്നു മുശ്രിക്കീങ്ങൾ അന്ന്. അപ്പൊ അന്ന് ശൈത്താൻ അവർക്ക് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ, ഈ ശവം തന്നെ ചത്ത് പറഞ്ഞാൽ അള്ള അർത്ഥതാണ്, മനുഷ്യന്മാരുടെ അർത്ഥം കാട്ടും നല്ല അള്ള അർത്ഥം തന്നെ അല്ലേ. എങ്ങനെയുണ്ട് ന്യായം? ഇതാണ് ശൈത്താനെ പിൻപറ്റുകാരാണ്. പ്രമാണങ്ങളുണ്ടോ, അള്ളാഹു തആല ഇറക്കി കൊടുത്തോ, ഇൽമുണ്ടോ, ഒന്നുമില്ല. ശൈത്താൻ ഓരോന്നും ഇങ്ങനെ ഓതി കൊടുക്കുക, പിൻപറ്റുക. ഇന്ന് അത് കൂടാണല്ലോ, നിരീശ്വരത്വം നിർമ്മതവാദമൊക്കെ കൂടി വരാണല്ലോ. അപ്പൊ നമുക്ക് നമ്മൾ ഈമാൻ കൂടണം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാം. റസൂലുള്ളാഹി അന്ന് പറഞ്ഞതാണ്, ഒരു കാലം വരും, നേരം വിളക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരം കാഫിറായിക്കാരം. വൈകുന്നേരം മുഅ്മിനായ മനുഷ്യൻ നേരം വിളക്കുമ്പോൾ കാഫിറായിട്ടുണ്ടോ? ഇവിടെ നിൽക്കൂല. ആ നബി പറഞ്ഞതൊക്കെ നടക്കുകയാണ്. അതിന്റെ കൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഒരു മുഅ്മിനീങ്ങൾക്ക് ഈമാൻ കൂടേണ്ട കാര്യങ്ങളാണ്. ഞാൻ കുറെ കാലം നമ്മൾ ഈ ക്ലാസിന്റെ അടിയിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഈ റസൂലുള്ളാഹി പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുലർന്ന് കാണുന്നുണ്ട്, ഇത് കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ആളുകൾ ഇങ്ങനെ ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുള്ളത് അങ്ങനെ നേരെ മറിച്ചാണ്. ഇസ്ലാമിലേക്ക് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടോളൂ. ഇപ്പോഴുണ്ടത് പാശ്ചാത്യ നാടുകളിലൊക്കെ. അവിടെ ഈ വാദങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു പോയി. ഈ കല്യാണം കഴിക്കണ്ടെന്നുള്ളൂ, ലിവിങ് ടുഗദർ, ഇതൊക്കെ ഓല് ചെയ്ത് അനുഭവിച്ച് ഓല് പാഠം പഠിച്ചോലെ എന്നൊക്കെ മടങ്ങി. പിന്നെ മക്കളുണ്ടാകുക, മക്കളെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കപ്പെടുക, അതൊക്കെ ഭയങ്കര ഹരല്ലേ ജീവിതത്തിന്റെ അല്ലേ. ഈ പ്രഷറും പ്രമേയം അങ്ങനത്തെ സോക്കടൊക്കെ ഉള്ള ഒരു ഉമ്മാനോട് പണ്ട് പറഞ്ഞ് ചെറിയ കുട്ടികൾ വേണം വരിക ഡോക്ടർ പറഞ്ഞു. ശൈത്താനോട് ലോകത്തിന് കരുത്. പുറത്ത് കഹ്ഫിൽ പറയണ എങ്ങനെയാണ്, കുൽനാലിൽ മലായികത്തി ഇസ്ജുദു ലി ആദം ഫസജദു ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്നി ഫഫസക അൻ അംരി റബ്ബിഹി അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദവ് ബിസ ലിൽസാലിമീന ബദല. അങ്ങനെ ആയത്ത് മലക്കളോട് ഞാൻ പറഞ്ഞു സുജൂദ് ചെയ്യണമെന്ന്. ആദം നബിക്ക് എല്ലാവരും ചെയ്തു, ഇബ്ലീസ് ചെയ്തില്ല, അവൻ ജിന്നിൽപ്പെട്ടതായിരുന്നു. അഫതത്തഖിദൂനഹു, ഓനെയാണോ നിങ്ങൾ ആക്കണത്, വദുരിയതഹു, അവന്റെ മക്കളെയും, ഔലിയാ മിത്രങ്ങൾ, മിന്ദൂനി എന്നെ കൂടാതെ, വഹും ലക്കും അദവ്, അവനാവട്ടെ നിങ്ങളുടെ ശത്രുവാണ്. ബീസ ലിൽസാലിമീന ബദല, അക്രമികൾക്കുള്ള ബദൽ വളരെ മോശം. അള്ളാഹനെ ആക്കേണ്ടത് ആരാക്കി ബദലായിട്ട്? ശൈത്താനെ. അള്ളാഹ് നമ്മളെ മിത്രാണ്, അള്ളാഹാണ് മിത്രാവേണ്ടത്. അള്ളാഹിനോട് നമ്മൾ പറയേണ്ടത് പഠിച്ചവനെ നിന്റെ മിത്രങ്ങളിൽ എന്നെ പെടുത്തണം എന്നൊക്കെ. തവല്ലനീ ഫീമൻ തവല്ലൈത, നീ ഏറ്റെടുത്ത നിന്റെ മിത്രങ്ങളിൽ എന്നെ പെടുത്തണേ തമ്പുരാനെ എന്നതിന്റെ അർത്ഥമാണ്. സൂറത്ത് ഹിജ്റിലുള്ള ഒരു ആയത്ത് ഞങ്ങൾക്ക് കൽപ്പിച്ച മുഅ്മിനീങ്ങളെ, ശൈത്താനും അള്ളയും തമ്മിൽ നീണ്ട സംസാരം ഒരു പേജിൽ കയറുണ്ട്. കലഫഖ്റുജ് മിന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു. ഇന്നക്ക റജീം, നീ റജീമായ ശപിക്കപ്പെട്ടവനാണ്, പോണം പുറത്ത് എന്ന് പറഞ്ഞു. ഇന്ന അലൈക്കൽ ലഅനത ഇലാ യൗമിദ്ദീൻ, പ്രതിഫല നാൾ വരെ നിനക്ക് ശാപം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഇറക്കി വിടുകയാണ്. അപ്പൊ ഈ ശൈത്താൻ അല്ലാണ്ട് പറയാണ്, റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബഅസൂൻ, ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ എനിക്ക് ശാപകാശം തരണേ പഠിച്ചവനെ, എന്നെ പെട്ടെന്നൊന്നും മരിപ്പിക്കരുത്. അലഫ ഇന്നക മിനൽ മുൻദരീൻ, ആയിക്കോട്ടെ അല്ലാഹു തആല. ആ ഇബ്ലീസ് മരിക്കൂലല്ലോ ഖിയാമത്ത് നാൾ വരെ. ഇബ്ലീസ് ഖിയാമത്ത് നാൾ വരെ മരിക്കൂല, ദീർഘായുസാണ്. ഇബ്ലീസിന്റെ മക്കൾക്കും ഭയങ്കരമായ ആയുസാണ്. മനുഷ്യന്മാരുടെ പിതാവ് ആദം നബിയാണ്, പിശാച് വർഗത്തിന്റെ പിതാവ് ഇബ്ലീസാണ്. അവൻ ഖിയാമത്ത് നാൾ വരെ ജീവിക്കും. ഇലാ യൗമിൽ വഖ്തിൽ മാലൂം, നിശ്ചിത അവധി വരെ നിന്നെ പിന്തിച്ചു തരാം. അപ്പൊ കാല ശൈത്താൻ പറഞ്ഞത്, റബ്ബി ബിമാ അവൈതനി, പഠിച്ചനെ ഇത് ഏതെങ്കിലും പിന്നെ പേപ്പിച്ചല്ലോ, അതുകൊണ്ടില്ല ഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഞാൻ ഭൂമിയിൽ ഇവർക്ക് വേണ്ടി പല കൗതുകങ്ങളും ഉണ്ടാക്കും. വല ഉഖ്വിയന്നഹും അജ്മഈൻ, എല്ലാത്തിനും ഞാൻ പേപ്പിക്കും പഠിച്ചനെ. ഇലാ ഇബാദക മിന്നുൽ മുഖ്ലസീൻ, നിന്റെ മുഖ്ലസീങ്ങളായ അടിയാറുകൾ ഒഴികെ. ശൈത്താൻ തന്നെ അതാണ് പറയുന്നത്, നിന്റെ ഇഖ്ലാസുള്ള അടിമകളെ പേപ്പിക്കാനൊന്നും നിനക്ക് കഴിയില്ല. നല്ല ഇഖ്ലാസുള്ള ആൾക്ക് അടുക്കാൻ കഴിയില്ല ശൈത്താൻ. കാല അല്ലാഹ് പറഞ്ഞു, ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മനിത്തബഅക മിനൽ ഗാവീൻ, എന്റെ അടിയാറുകളുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല. ഇല്ലാ മനിത്തബഅക മിനൽ ഗാവീൻ, ചില പഴച്ച നിന്നെ പിൻപറ്റുന്ന ആളുകൾ ഒഴികെ അല്ലാത്തവരെ മേലൊന്നും യാതൊരു അധികാരം നിനക്ക് ഉണ്ടാകൂല. ഇതാൻ പറഞ്ഞതില്ല ഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഭൂമിയിൽ ഞാൻ അവർക്ക് നല്ല നല്ല രസങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതിൽ വിൽക്കുന്ന ആളുകളാണ് ആര്? ശൈത്താന്റെ മിത്രങ്ങൾ. സൂറത്ത് ആൽ ഇംറാനിൽ സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി, ദേഹേച്ഛകളെ സ്നേഹിക്കൽ മനുഷ്യന്മാർക്ക് വലിയ അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. അതെന്താണ്? പിന്നെ നിസായി والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده. ദേഹേച്ഛകളെ സ്നേഹിക്കുക,
ദേഹേച്ഛകൾ കൊണ്ടാണ് നരകത്തെ എന്താക്കിയത് പൊതിഞ്ഞത്. ഉദാഹരണം പറയാൻ പറ്റുമോ യമോ ദേഹേച്ഛകൾക്ക്? സിനിമാ നടന്മാർ അങ്ങനെ സിനിമ സീരിയൽ പരിപാടികൾ അതൊക്കെ ഇതിൽപ്പെട്ട തന്നെയാണ്. ഇപ്പോൾ ഒരു ഹദീസിലുണ്ട്, റസൂലുള്ളാഹി പറയാണ്, ഒരാളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ദിക്ർ ചൊല്ലിയിട്ടാണ് പോകണമെങ്കിൽ ഓൻ്റെ കൂടെ ഒരു മലക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. അവൻ്റെ സഹയാത്രികനായിട്ടൊരു മലക്കൊപ്പം ഉണ്ടാവും. മ്യൂസിക്കും വെച്ചിട്ടാണ് പോകണമെങ്കിലും ഷൈത്താനൊപ്പം ഉണ്ടാവും. കിടക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ദിക്ർ ചൊല്ലി കിടക്കുകയാണെങ്കിൽ മലക്ക് ഇങ്ങനെ അവൻ്റെ കൂടെ ഉണ്ടാവും. പാട്ടും കേട്ടാണ് പഠിച്ച മ്യൂസിക്കുകൾ ആസ്വദിച്ചാണ് ഉറങ്ങുവെച്ചെങ്കിൽ ഒപ്പണ്ടകാരാണ്. ഇതൊക്കെ ദേഹേച്ഛകളാണ്. പിന്നെ ദേഹേച്ഛകളാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഫാൻറ്റ്, നിരണിൻ്റെ മേലെയാണ് ഫാൻറ്റ് വേണ്ടത്. ദേഹേച്ഛ എന്താ പറയണത്? നിരണിൻ്റെ താഴെ അല്ലേ? ദേഹേച്ഛൻ്റെ ഉദാഹരണങ്ങൾ നോക്കി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇഷ്ടം പോലെ. ഫാനൊക്കെ നിര്യാണിൻ്റെ ഒക്കെ താഴെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഫാൻ ഇട്ടെന്ന് എന്നോട് ആൾ ചോദിച്ചത്. നിര്യാണിൻ്റെ മേലുള്ള ഫാനും പിന്നെ അതിക്ക് താടി അങ്ങനെയുണ്ട്. താടി വടിക്കൽ ദേഹേച്ഛയാണ്. താടി ഇങ്ങനെ വെക്കൽ ചിലതൊക്കെ എൻ്റെ മാർക്ക് ഒരു കോലല്ലാത്ത താടിയേക്കാരോ നിറഞ്ഞൊന്നുണ്ടാവില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അയ്യോണ്ട് ഒരു രസം ഒന്നും ഉണ്ടാവില്ല. അവിടെ ദേഹസ് എന്താണ്? താടി സേവ് ചെയ്യൽ. അവർ രാവിലെ തന്നെ നീച്ചാണ് ആദ്യത്തെ പണി എന്താണ്? കണ്ണാടി നോക്കിയാണ് സേവിങ് ആണ്. അത് ശൈത്താൻ്റെ ഒന്നാമത്തെ മുരീദാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ശൈത്താൻ്റെ ആളുകളെ എങ്ങനെ ലോകം കൂടുതൽ എങ്ങനെയാന്നുള്ളത്? അപ്പോൾ തൊവല്ലി ഭീമൻ തൊവല്ലിത്തെ പഠിച്ചോനെ നിന്റെ മിത്രങ്ങൾ പെടുത്തുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആദ്യം ചെയ്യുന്ന പണി സേവിങ് ആണ്. എന്നുണ്ട് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇനി ഉദാഹരണം പറയണോ? ദേഹേച്ഛകളാണ്. അതിലൂടെയാണ് ശൈത്താൻ എന്താക്കല്? ആളുകളെ പേപ്പിക്കും. ഇന്ന് നോമ്പ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്നോട് മസല പറഞ്ഞുതരാം. നോമ്പിന്റെ സുന്നത്ത് കേട്ടോളെ. ഇത് കിതാബ് ഏതാണെന്ന് അറിയാമോ? ഇത് തുഷയാണ്. ഇവരെ തങ്ങളെ തുഫാൻ അതിലും വലിയ കിതാബൊന്നുമില്ല. ഷാഫി മദ്ഹബിലെ ഫത്വക്ക് അവലംബിക്കണം 10 വാള്യാണ്. ഞങ്ങൾ കോളേജിൽ പോയ അവരിതാണ്. പട്ടിക്കാടായാലും നന്ദിയിലാണെങ്കിലും ബെല്ലൂരാണെങ്കിലും പോയിട്ട് ഓതുന്ന കിതാബ് ഇതാണ്. നോമ്പിന്റെ സുന്നത്തുകൾ എങ്ങനെ എണ്ണാണ്? വൽ യസുൻ നദുബൻ ഐലൻ നഫ്സവനി ഷഹവാത്തിൽ മുബാഹത്തി. അനുവദനീയമായ ഷഹവാത്തിന് തൊട്ട് അവന്റെ സ്വന്തം നഫ്സിനെ കാക്കണം. നോമ്പ് പോയിട്ടുണ്ട് അനുവദനീയമായത്. നോമ്പ് പോയിട്ട് അനുവദനീയമായത് തന്നെ ഒഴിവാക്കണം. അനുവദനീയമായത് ഏതാണ്? മിൻ മസ്മൂവിൻ കേൾക്കണതും മുബസരിൻ കാണണതും മസ്മൂവിൻ വാസനിക്കണതും കനത് റൈഹാൻ. റൈഹാൻ ചെടി നോക്കും പോലെ ഒരു സുഗന്ധമുള്ള ഒരു ചെടിയാണ്. ആ റൈഹാൻ ചെടിനെ എങ്ങനെ നോക്കി ഇങ്ങനെ ചെടിയൊക്കെ കാണാൻ രസമല്ലേ? ഹറാമുണ്ടോ? ഹലാലല്ലേ? നോമ്പ് പോയിട്ടുണ്ട് അത് ചെയ്യരുത്. അതാണ് നോമ്പിന്റെ സുന്നത്ത്. മസീ തൊടലും. അങ്ങനത്തെ തൊടാനും പാടില്ല, മണക്കാനും പാടില്ല, നോക്കാനും പാടില്ല എന്നാൽ അതാണ് നോമ്പിന്റെ സുന്നത്ത്. എന്തുകൊണ്ട്? മൽബൂസിൻ. കേൾക്കണതും ധരിക്കണതും നല്ല വസ്ത്രം, നല്ല ആഡംബര വസ്ത്രങ്ങൾ, വാച്ചുകൾ, ചെരുപ്പുകൾ, ഇതൊക്കെ മൽബൂസാണ്. നോമ്പ് പോയിട്ടാണ് ധരിക്കണ്ട. ആരും റാഡ വാച്ച് കെട്ടിനോ? ഇല്ലല്ലോ. ഞാൻ റാഡ വാച്ച് നോമ്പ് പോയിട്ട് കെട്ടണം നിലക്ക് വേറെ വാച്ച് നന്നാക്കിക്കൊണ്ടു. പിന്നെ നോക്കുമ്പോൾ പോകുന്നു ഭയങ്കര ചൊറുക്കുണ്ട്. പിന്നോട് വെച്ചോ നോക്കാം. അപ്പോൾ വാച്ച് കെട്ടാതെ പോകുന്നത് എന്നിട്ട് എല്ലാ സുന്നത്തും ഞാൻ ശ്രദ്ധിക്കണമെന്നും ഇല്ല കേട്ടോ. ഒരു വാച്ചൊക്കെ ഭാഗി കൊണ്ടുവന്നു പെരയിൽ വന്നപ്പോൾ. പെരയിൽ നോക്കുമ്പോൾ റാഡ വാച്ചിനെക്കാട്ടും രസം അവിടെ ഉണ്ട്. പൊള്ളിക്കലുണ്ട് റഫീഖരെ നോമ്പർന്നിട്ട് കെട്ടാതിരിക്കുകയാണ്. ആലോചിക്കുക നിങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞേക്കണം. ഇവനെ തങ്ങൾ പറയാണ് ഇന്ന ദാലിക സിർറു സൗമി. ഇതാണ് നോമ്പിന്റെ രഹസ്യം. മഖ്സൂദുൽ ആലം. നോമ്പിന്റെ ഏറ്റവും വലിയ മഖ്സൂദ് കഫു ജവാരിഹി. അവന്റെ അവയവങ്ങളൊക്കെ തടുക്കൽ പൂതിയുള്ളതും വിശിക്കുന്നതുമായ കാര്യങ്ങൾ ഉപയോഗിക്കലിനെ തൊട്ട് എല്ലാ അവയവങ്ങളെയും തടുത്ത് നിർത്തുക എന്നുള്ളതാണ് നോമ്പിന്റെ ഉദ്ദേശം, മഖ്സൂദ്. അതിനാണ് പട്ടിണി കിടക്കുന്നത്. പട്ടിണി കിടക്കുമ്പോൾ കഴിയും. പട്ടിണി കിടക്കുമ്പോൾ ഷെയ്ത്താൻ തന്നെ തളരും. ഇന്ന ഷെയ്ത്താൻ എജിരി മിനിബിനി ആദമ മജറദമി. രക്തം സഞ്ചരിക്കുന്നവർക്ക് കൂടെ ഷെയ്ത്താൻ സഞ്ചരിക്കും. പട്ടിണി കിടക്കുമ്പോൾ അവന്റെ സഞ്ചാരപഥങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. റസൂലുള്ളാഹി പറയാണ്. ഷാഫി ഇമാം 16 വർഷം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചില്ല. 16 വർഷം. അദ്ദേഹം പറഞ്ഞ കാരണം എന്താ പറയുക? വയറ് നിറച്ചാൽ തടി ഭാരമാവും, ഇബാദത്തിന് രസം ഉണ്ടാവില്ല, ബുദ്ധി മന്ദിക്കും. ശരിയല്ലേ? 16 കൊല്ലം. ഒരു റമദാൻ മാസത്തിൽ എത്ര കത്ത ഓതിയാലോ? 60 കത്തും. ആര്? ഷാഫി ഇമാം. മടിയാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. വയമ ചോദിക്കണത് ഇപ്പോൾ ഇതാണ്. വിത്തർ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ടത് നല്ലത് തഹജ്ജുദിന്റെ സമയത്ത് ഒറ്റക്ക് നിസ്കരിക്കേണ്ടതാണോ എന്നാണ്. മസ്സലൊക്കെ പറഞ്ഞാൽ തന്നെയാണ്. അത്താഴത്തിന്റെ സമയത്താണ് ഏറ്റവും നല്ലത്. അവിടെ ജമാഅത്ത് ഇല്ലെങ്കിൽ പോലും എന്ന് പറയുന്നുണ്ട്. ഉറപ്പുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നാളെ ഞാൻ ഉണർന്നില്ല, 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഉണർന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ബാക്കി അത്താഴത്തിന്റെ സമയത്ത് വെക്കണേ നല്ലതല്ല എന്നാ. ഒക്കെ ഒരു സമയത്ത് ചെയ്യലാണ് ഏറ്റവും നല്ലതാണ്. അപ്പോൾ മസ്സല ഈവൻ കോയമ പറഞ്ഞമാർക്ക് തന്നെയാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ജമാഅത്ത് ആയിട്ട് നിസ്കരിച്ചോളൂ. അതാണ് റായത്ത്. തഫ്രീഖ് കുറച്ച് ബാക്കി ഇങ്ങനെ അപ്പോഴപ്പോഴും ആക്കണേ നല്ലതല്ലാന്ന് പറയും. ചിലരൊക്കെ ഇങ്ങനെ തറവി ഇങ്ങനെ നീച്ചോലൊരു രസമാവില്ല. ഇങ്ങനെ അത്താഴത്തിൻ്റെ സമയത്ത് എന്താ ഇപ്പം ഞാൻ പറയാം. പറ്റുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മുമ്പ് തന്നെ കുട്ടികളെ സോപ്പിട്ട് കല്യാണം കഴിപ്പിച്ച് നല്ല പുതിയാപ്പിളവരപ്പം അയക്കാൻ പറ്റുക. അല്ലാതെ പോലെ നിർബന്ധിക്കാൻ നമുക്ക് വയ്യ. പോലെ സമ്മതമല്ലാതെ ഗുണത്തിലേറെ ദോഷം ചെയ്യും. വാങ്കി ഉല്ലയാമ മിങ്ങുമോ സ്വാലിഹീനം നിബാധിക്കും വൈമായിക്കുന്നാണ്. അവിവാഹിതരായ ആളുകളൊക്കെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ കൽപ്പന. അവിവാഹിതർ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുള്ളതാണ്. പിന്നെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെയും കേൾക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വേറെ ഓരോ ലൈനൊക്കെ ഉണ്ട്. എന്നോടിപ്പോൾ ഇന്നാൾ പറയണോ ഇവിടുന്ന് എവിടെയോ പോയി പട്ടമ്പി എവിടെ കാണാൻ പോയാലോ. ഈ പെൺകുട്ടി വിളിച്ചാണ് എന്നോട് പറയണമല്ലോ, നിങ്ങൾ എൻ്റെ പനോടും മനോടും പറയരുത്, നിങ്ങൾ പിന്നെ 4ാമത്തെ ആളാണ് കാണാൻ വരുന്നത്, എനിക്ക് വേറെ ആളുണ്ട്. അത് മനോടും പനോടും ഉമ്മാക്കും ഉപ്പാക്കും പിന്നെയും പണിതാണ്. മങ്കട്ടോട് പറയാം വേറെ ആൾ കൊണ്ടുവരാം. ആ പണം എങ്ങനെ നടന്നോട്ടെ, ഇവക്കൊരാൾ ഉണ്ട്, അവർക്ക് ടൈം ആകുമ്പോൾ പോലും അങ്ങനെ ഉണ്ടാവും ചിലതൊക്കെ. പറഞ്ഞു ഓള് പറഞ്ഞു. ചില പെൺകുട്ടികൾ പറയില്ല, ഇപ്പം എങ്ങനെ സമ്മതിക്കില്ലെങ്കിൽ ചില വളവത്തികൾ ചെയ്യുന്ന പണിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പണിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഓല് ഉമ്മയും ബാപ്പയും പറഞ്ഞ കല്യാണം നടത്തും, ഇങ്ങോട്ടൊത്തും അയക്കൂല. ഇങ്ങോട്ട് കല്യാണം കഴിച്ചു എന്നുള്ളത് ഒരു പേര് ദോഷം ഉണ്ടാക്കിയിട്ട് പോകുന്ന പിന്നെ ഒരു മറ്റേ ഉമ്മയും ബാപ്പയും എന്താവും വേ സമ്മതിക്കും. അതൊക്കെ നടക്കുന്നുണ്ട്.
ആ പ്രേമം നടക്കും അമ്മയും ബാപ്പയും സമ്മതിക്കണില്ല. അപ്പൊ നമ്മയും ബാപ്പയും പറഞ്ഞ കല്യാണത്തിന് ഇവിടെ തയ്യാറായി, പുതിയോണ്ട് പോയി തൊടാൻ അയച്ചില്ല. അപ്പോൾ ഓക്ക് ഡിമാൻഡ് പോയില്ലേ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല കല്യാണം നടക്കില്ല എന്നുള്ളവർക്ക് എന്നാൽ അതാണെങ്കിൽ അത് തന്നെയാണ് അത്. ഇതൊക്കെയാണ് ഭയങ്കര ഐഡിയ വരിക. അതൊക്കെ ഈ പറഞ്ഞ ഷെയ്ത്താനി മരീത് പറഞ്ഞില്ലേ, ഷെയ്ത്താൻ തോന്നിപ്പിച്ചു കൊടുക്കുന്ന ഐഡിയകളാണ് അതൊക്കെ. ഇപ്പം എന്നോട് എൻ്റെ ചങ്ങായി പറയുന്നത്, മക്കളെ പറ്റില്ല, ആ മക്കൾ ഇവിടെയും പോയി പ്രേമിച്ച് കൊണ്ടിട്ടല്ല കിട്ടാല്ല. പ്രേമിച്ചവർക്ക് ഇപ്പോൾ ഇന്നാളിനോട് ചങ്ങായി പറയാൻ റഫീഖുലായിട്ടെന്ന്, ഉസ്താദേ പ്രേമിച്ചവർക്ക് മാത്രമേ പെണ്ണ് കിട്ടണുള്ളൂ, അല്ലാതെ ഒന്നും കിട്ടാല്ല. ഇതൊക്കെ ഓരോരുത്തർ പടായി കേട്ടോ, എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 23 വയസ്സ് കഴിഞ്ഞിട്ട് മതിയാകുന്നവരൊക്കെ നമ്പണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഖുർആനാണ് തണല്, ദീനാണ് ഏറ്റവും വലിയ രസം എന്നുള്ള സംഗതി ആദ്യം ഈ നമുക്ക് മനസ്സിലായിട്ട് മക്കൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അള്ളാൻ്റെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ള, അള്ളാഹിങ്ങനെ ലൈനിൽ കിട്ടലുണ്ട്, ഞാൻ ഒറ്റക്ക് ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ആരും വേണ്ട, എനിക്കിങ്ങനെ ദിക്ർ ചൊല്ലി പോലാണ് രസം എന്നൊക്കെ പറഞ്ഞൊരു ജീവിതം ഉണ്ടല്ലോ. ആ ഒരു ജീവിതത്തിൻ്റെ രസം ആദ്യം നമ്മളത് അനുഭവിച്ച് അത് നമ്മുടെ മക്കൾക്കും അത് അനുഭവിപ്പിച്ച് കൊടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ. ഓക്കെ, നാളെ പറയാം ഇൻഷാ അല്ലാഹ്.